അത് കഴിഞ്ഞ് പിന്നെ ശിവകുമാർ മന്ത്രിയായിട്ട് വരികയാണ്. അതെ അതെ. അദ്ദേഹം അത് ഏതാണ്ട് ഈ കാട്ടാനെ കരിമ്പ് കാട്ടി കയറിയ പോലെ ആക്കി. അത് പുള്ളിയുടെ കുറ്റമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ പെരുന്നയിൽ നിന്നാണ് പുള്ളിയെ നിയമിച്ചത്. ഓക്കെ. പുള്ളിയുടെ അപ്പോയിൻമെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് പെരുന്നയാണ്. അന്ന് ഈ നായർ സമുദായത്തിൽ നിന്ന് ഒരു മന്ത്രിക്കേ പിന്നെ സ്കോപ്പുള്ളൂ. അതായത് ഇയാൾ ഗണേഷ് കുമാറുണ്ട്, KP മോഹനുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. പിന്നെ നാലാമതൊരു നായർ മന്ത്രിയാവണമെങ്കിൽ കോൺഗ്രസ്സിൽ I ഗ്രൂപ്പിൽ നിന്ന് വരണം. I ഗ്രൂപ്പിൽ യോഗ്യന്മാരായ ഒരുപാട് പേരുണ്ട്. G കാർത്തികേയനുണ്ട്, VD സതീശനുണ്ട്, പിന്നെ K മുരളീധരനുണ്ട്. ഇവരെല്ലാം പോരെങ്കിൽ ദർഭയെ കുശയെ ഞങ്ങളെ വക്കോലെ എന്ന് പറഞ്ഞ പോലെ ശിവകുമാറുണ്ട്. പക്ഷേ പെരുന്നയുടെ പിന്തുണ ആർക്കായിരുന്നു? ശിവകുമാറിനാണ്. അങ്ങനെ അദ്ദേഹം മന്ത്രി. സതീശനും കാർത്തികേയനും മുരളീധരനും ഒക്കെ മാറിയത്. പെരുന്നയുടെ പിന്തുണ ശിവകുമാറിനും. ശിവകുമാറിന് ആരോടും ഉത്തരവാദിത്വമില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ ഇരിക്കുകയുള്ളൂ. പുള്ളി ഒരു സ്ഥലത്തേക്ക് പോവില്ല. തിരുവനന്തപുരം വിട്ട് പുള്ളി പോവില്ല. കാരണം തിരുവനന്തപുരം മതിയല്ലോ. തിരുവനന്തപുരം വിട്ടാൽ പിന്നെ ചങ്ങനാശ്ശേരി വിട്ടാൽ തിരുവനന്തപുരം. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള തീട്ടൂരങ്ങളും ഉത്തരവുകളും അനുസരിച്ചിട്ടാണ് പുള്ളി ഭരിച്ചത്. പുള്ളിക്ക് വേറെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വേറെ താല്പര്യം മീൻസ് നന്നാവണം എന്നുള്ള താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ആകെ തോന്നിവാസമായിട്ട് നടന്നത് ആകെ കുത്തഴിച്ച് പോയായി. പക്ഷേ അത് പിന്നെ റെയിലുമേ കയറിയത്, അല്ലെങ്കിൽ ശ്രീമതി ടീച്ചർ ചെയ്ത കാര്യങ്ങളുടെ ഗുണഫലം ആളുകൾക്ക് അനുഭവവേദ്യമായപ്പോഴെന്ന് വെച്ചാൽ ശൈലജ ടീച്ചർ മന്ത്രിയാണ്. ഓക്കെ. ക്രെഡിറ്റ് ആർക്ക് കിട്ടി? ശൈലജ ടീച്ചർക്ക് കിട്ടി. പിന്നെ ഒരു കാര്യമുണ്ട്, ശ്രീമതി ടീച്ചറെ അപേക്ഷിച്ച് ശ്രീമതി ടീച്ചറെ പോലെ അല്ലല്ലോ. ശൈലജ ടീച്ചറെ കണ്ടാൽ ഒരു ലുക്കുണ്ട്. ലുക്ക് മീൻസ് ഒരു സീരിയസ് ലുക്കാണ്. അവർ പറയുന്നത് ചതുര വടിവിലെ സംസാരിക്കും. ഇവർ പറയുന്നത് ചിലപ്പോൾ മണ്ടത്തിനൊരിക്കെങ്കിലും കേൾക്കുന്നവർക്ക് ഇവർ പറഞ്ഞത് ശരിയാണെന്ന് തോന്നും. ഒരു ഫിസിക്സ് ടീച്ചറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവവും അതിൻ്റെ ഒരു കനവും അവരെ കണ്ടാൽ തോന്നും. അതുകൊണ്ട് ഇവരാണിത് മുഴുവനും ഉണ്ടാക്കിയത് എന്ന് ആളുകൾ വിചാരിക്കും. ഇപ്പോൾ ആര് ഉണ്ടാക്കിയെന്നല്ല പ്രശ്നം, എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. ശ്രീമതി ടീച്ചറോ ശൈലജ ടീച്ചറോ എന്നുള്ള അപ്രസക്തമാണ്. പിന്നെ അവരുടെ ഭാഗ്യത്തിന് ആ സമയത്ത് നിപ്പ ഉണ്ടായി, അതിനെ നമ്മൾ തടഞ്ഞു നിർത്തി. അവരുടെ കാലത്ത് തന്നെ കോവിഡ് ഉണ്ടായി. അങ്ങനെ അവർക്ക് വലിയ ഇമേജ് ഉണ്ടായി. അവർ വേണമെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായി കളയും എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ വേറെ കാര്യം. പക്ഷേ അതും കഴിഞ്ഞ് നമ്മുടെ സുഹൃത്ത് വീണ ജോർജ് വന്നപ്പോൾ നമ്മൾ വിചാരിച്ച് ഇവരെക്കാളൊക്കെ നല്ല മന്ത്രിയാവും. കാരണം ഇവർക്ക് നന്നായിട്ട് ചതുര വടിവിൽ സംസാരിക്കാൻ അറിയാം. നേരത്തെ വാർത്താ അവതാരകയായിരുന്നല്ലോ. അതെ. പിന്നെ പോളിഷ്ഡായിട്ട് സംസാരിക്കാനും പെരുമാറാനും ഒക്കെ അറിയാം. പക്ഷെ സംഭവിച്ചത് മറിച്ചാണ്. ഇവർക്ക് ഈ സംവിധാനത്തിൻ്റെ മേലിൽ യാതൊരു ഗ്രിപ്പുമില്ല. ഇതാണ് പ്രശ്നം. ഇപ്പം ശ്രീമതി ടീച്ചർക്ക് ശൈലജ ടീച്ചർക്കും ഉണ്ടായിരുന്ന ഒരു ഗുണമെന്നല്ല ഞാൻ പറയാം. അവർക്ക് രണ്ടുപേർക്കുണ്ടായിരുന്ന ഒരു ബലം, അവർ പാർട്ടിക്കാരാണെന്നുള്ളതാണ്. രണ്ട് വിധത്തിൽ. ഒന്ന്, പാർട്ടിക്കാരാകുമ്പോൾ ജനങ്ങളുമായിട്ട് ഇടപെട്ട് പരിചയമുണ്ട്. ഇപ്പോൾ ജനങ്ങളൊരു വിഷയം, ഒരു പരിഭവം, ഒരു പരാതി പറഞ്ഞാൽ ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും. അത് പൊതുപ്രവർത്തകർക്കേ മനസ്സിലാവും.